കേരളം പതിവായി അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ വ്യത്യസ്തവും സമന്വയിച്ചുമുള്ള കാരണങ്ങളാലാണ് സംഭവിക്കുന്നത്. ഇതിൽ പ്രധാനമായുള്ളത് കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി അതിശക്തമായ മഴ, മാറ്റപ്പെട്ട കാലക്രമം എന്നിവ നേരിടേണ്ടിവരുന്നു. അതിനൊപ്പം വനനശീകരണം, നിരീക്ഷണമില്ലാതെ നടക്കുന്ന മലനിരകളിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണം, അനധികൃതമായ ഖനനം തുടങ്ങിയ മനുഷ്യനിർമ്മിത ഇടപെടലുകളും വലിയ പങ്കുവഹിക്കുന്നു. മണ്ണിന്റെ പിടുത്തശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ മലമുകളിലെ മഴയുള്ള സമയങ്ങളിൽ മണ്ണിടിച്ചിലുകൾ സംഭവിക്കുന്നു. കേരളത്തിന്റെ ഭൗമഘടനയും ഭൂമിശാസ്ത്രപരമായ ഘടനയും നിസ്സാരമായ വ്യതിയാനങ്ങളിലും വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന തരത്തിലുള്ളതാണ്. അതിനാൽ തന്നെ അതിശക്തമായ മഴ, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, കടലാക്രമണം തുടങ്ങിയ ദുരന്തങ്ങൾ പതിവായി കാണപ്പെടുന്നു. മറ്റൊരു പ്രധാന കാര്യം ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള മുൻകരുതലുകളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയാണ്. മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ആവശ്യമായ നടപടികൾ പ്രായോഗികമായി നടപ്പിലാക്കാതെ പോകുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുന്നു. പ്രകൃതിയെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന സമീപനവും നീണ്ടകാല സംരക്ഷണ നടപടികളിൽ കുറവുണ്ടാകുന്നതും ഈ സാഹചര്യം മോശമാകാൻ ഇടയാക്കുന്നു. കേരളം പ്രകൃതി ദുരന്തങ്ങൾക്ക് ദാരുണമായി വിധേയമാകുന്നത് ഈ പ്രകൃതിയുടെയും മനുഷ്യന്റെ ഇടപെടലിന്റെയും സമാഹാര ഫലമായാണ്. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശാസ്ത്രീയമായ രീതിയിലുള്ള സ്ഥലം ഉപയോഗ പദ്ധതികളും പ്രകൃതി സംരക്ഷണ നയങ്ങളും ആവശ്യമുണ്ട്.